വാസ്തുപുരുഷനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. വാസ്തുശാസ്ത്രത്തിലെ അത്ഭുതകരമായ ആശയമാണ് വാസ്തുപുരുഷൻ. കാലം എന്ന പ്രതിഭാസത്തെ കലാപുരുഷനും വർഷം എന്ന പ്രതിഭാസത്തെ സംക്രമപുരുഷനും നിയന്ത്രിക്കുന്നത് പോലെ ഭൂമുഖത്തിലെ ഗ്രഹനിർമ്മാണ യോഗ്യമായ ഭൂമിഖണ്ഡങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് വാസ്തുപുരുഷനാണ്. വസ്തു എത്ര ചെറുതായാലും വലുതായാലും അതിൻ്റെ 4 ചുവരുകളാൽ വേർതിരിക്കപ്പെട്ടതാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു വാസ്തുപുരുഷനുണ്ട്. ഒരു വസ്തുവിലെ വാസ്തുപുരുഷൻ ജീവാത്മാവിനെ പോലെ ലോകവാസ്തുപുരുഷൻ്റെ അംശമാണ്. ജ്യോതിഷത്തിൽ കാലത്തിനെ കാലപുരുഷൻ എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് പോലെ വാസ്തു ശാസ്ത്രത്തിൽ ഓരോ വസ്തുവിനെയും നാഥനായി വാസ്തുപുരുഷനെ സങ്കല്പിച്ചിരിക്കുന്നു. ഒരു വസ്തുവുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായി ഒരു വാസ്തുപുരുഷനുണ്ട്. ഓരോ വസ്തുവിലും വസിക്കുന്ന വാസ്തുപുരുഷന്മാർ ബ്രഹ്മാണ്ഡവ്യാപിയായ മഹാവാസ്തുപുരുഷൻ്റെ സൂക്ഷ്മരൂപങ്ങളാണ്. പരമാത്മാവും ജീവാത്മാക്കളും പോലെ ഓരോ വസ്തുവിനും എത്ര ചെറുതായാലും എത്ര വലുതായാലും വാസ്തുപുരുഷൻ മുഖം മറിച്ച് കമിഴ്ന്നു കിടക്കുകയാണ്. വാസ്തുപുരുഷൻ നിവർന്നു കിടക്കുന്നതായി വർണ്ണിച്ചു കാണുന്നുണ്ട്. അത് മനുഷ്യാലയ ചന്ദ്രിക. ഓരോ വസ്തുവിൻ്റെയും അതിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിൻ്റെയും ആ വീട്ടിൽ താമസിക്കുന്നവരുടെയും സുഖ ശാന്തിപൂർണമായ ജീവിതത്തിൻ്റെ ചുമതല ആ വസ്തുവിൻ്റെ വാസ്തുപുരുഷനാണ്. വസ്തു ഉള്ളിടത്തോളം കാലം വാസ്തുപുരുഷൻ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഗൃഹനാഥൻ വസ്തു വിറ്റുമാറിപ്പോയാലും വാസ്തുപുരുഷൻ പോകുന്നില്ല. അത്യന്തം യുക്തിപൂർണമാണെങ്കിലും വാസ്തുപുരുഷന് ഒരു ദിവ്യ പരിവേഷം നൽകാനാണ് നമുക്ക് ഇപ്പോൾ ശ്രമിച്ചു കാണുന്നത്. വാസ്തുശാസ്ത്രത്തിലെ പ്രധാന സങ്കല്പമായ വാസ്തുപുരുഷൻ്റെ ഉദ്ഭവം സൂചിപ്പിക്കുന്നത് മത്സ്യപുരാണത്തിലാണ്. ബൃഹത് സംഹിതയിലും വാസ്തുപുരുഷനെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വലിയ ജന്തു സ്വന്തം ശരീരം കൊണ്ട് ഭൂമിയെയും ആകാശത്തെയും മറച്ചു. ദേവതകൾ ഉടൻ തന്നെ ആ ജന്തുവിനെ ഭൂമിക്ക് അഭിമുഖമായി ഭൂമിയോട് ചേർത്തു പിടിച്ചു. ഏതു ദേവത ഏതു ശരീരാവയവത്തെ അമർത്തിപ്പിടിച്ചുവോ ആ ദേവത ആ ശരീരഭാഗത്തിൻ്റെ അതിദേവതയായി കൽപ്പിക്കപ്പെട്ടു. ഭൂമിയോടുകൂടി ചേർത്തു പിടിക്കപ്പെട്ട ജന്തു ആ വസ്തുവിൻ്റെ സംരക്ഷകനായി കാണപ്പെട്ടു. 8 ദിക്കുകളുടെയും ദേവന്മാർക്ക് നടുവിലാണ് വാസ്തുദേവൻ്റെ സ്ഥാനം. 8 ദിക്കുകളിൽ കിഴക്ക് ദേവേന്ദ്രൻ ഭരിക്കുന്നു, തെക്ക് യമൻ ഭരിക്കുന്നു, തെക്ക് പടിഞ്ഞാറ് നൃത്യതിയും പടിഞ്ഞാറ് വരുണനും വാഴുന്നു. വായു വടക്ക് പടിഞ്ഞാറ് വാഴുന്നു. കുബേരൻ വടക്കും ഈശാനൻ വടക്ക് കിഴക്കും അഗ്നി തെക്കും കിഴക്കും വാഴുന്നു. വാസ്തു ഭഗവാൻ അഥവാ വാസ്തുപുരുഷനാണ് ഭൂമിയിലെ എല്ലാ പ്രകൃതിക രൂപങ്ങളെയും വളർച്ചയുടെയും ഊർജ്ജം.